തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ച് വെടിവയ്പ്. വള്ളക്കടവ് സ്വദേശി ഷൈനിക്കാണ് പരിക്കേറ്റത്. കൊറിയർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെടിവയ്പിൽ കലാശിച്ചതെന്ന് സംശയം. വീട്ടുകാരുടെ പ്രതികരണത്തിൽ മൊബൈലിലെടുത്ത് എൻ്റെ തന്നിട്ട് പോവുകയുള്ളൂ, ഞാൻ ആരെന്ന് മാത്രം ചോദിക്കും. ഞാൻ ഇന്ന ആളാണെന്ന് പറയും, അല്ല അന്യനല്ല, അവരുടെ ഫാദറിൻ്റെയാണ്, അല്ലെങ്കിൽ മാൻ്റെ പേര് വന്നാൽ മാൻ്റെ അച്ഛനാണ് എന്ന് പറയും. അത് വാങ്ങിച്ചു പോകും. സാധാരണ അധികാരം സൈൻ പോലും വാങ്ങിക്കില്ല ഇപ്പം, കാരണം ഈ അഡ്രസ്സ് കറക്റ്റായിട്ടുണ്ടല്ലോ. അത് ഫോട്ടോ എടുത്തു. യാതൊരു സംശയം എനിക്കില്ല. എൻ്റെ പേഴ്സണൽ സംശയം ഇതാണ്. ഒന്നേ അവർ ഒരു വലിയ ഗുണ്ടാ സംഘത്തിലെ ആൾ ഈ വീട്ടിൽ ആരുണ്ട്, എന്തുണ്ട്, എങ്ങനെയുണ്ട്, ആരെങ്കിലും താമസമുണ്ടോ, നമുക്ക് അറ്റാക്ക് ചെയ്താൽ പ്രശ്നം ഉണ്ടാവുമോ എന്ന് സെർച്ച് ചെയ്യാമെന്നതാവാം. അതല്ലെങ്കിൽ ഇവരുടെ കഴുത്തിൽ കിടക്കുന്നത് പൊട്ടിക്കാൻ ഇതാ ഒപ്പിട്ട് തരുമെന്ന് പറയും. വലിപ്പവും ഓട്ടവും ഒന്നിച്ച് കഴിയും. ഇവിടെ വരുന്നില്ലേ മോട്ടോർ സൈക്കിളിൽ വന്നിട്ട്, സാറേ ഈ അഡ്രസ്സ് ഒന്ന് പറഞ്ഞാൽ, നിങ്ങൾ അഡ്രസ്സ് വായിക്കുമ്പോൾ കഴുത്തിൽ കിടക്കണ കഴിഞ്ഞു. അതുപോലെയുള്ള എന്തെങ്കിലും ആയിരിക്കും. വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ച് നടത്തിയ വെടിവയ്പിൽ ബന്ധു മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് നമ്മൾ കണ്ടത്. കൊറിയർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെടിവയ്പിൽ കലാശിച്ചതെന്നാണ് സംശയം. മുഖം മറച്ചെത്തിയ സ്ത്രീയാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റ ഷൈനിയും പ്രതികരിച്ചു. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ദുരൂഹമാണ് സംഭവം. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചത് എന്തെല്ലാം കാര്യങ്ങളാണ്? രോഹിണി, എന്തായാലും ഈ സംഭവത്തിൽ ഈ ഷിനിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. രാവിലെയോടുകൂടി ഒരാൾ മുഖം മാസ്ക് ചെയ്ത രീതിയിൽ ഒരാൾ വീട്ടിലേക്ക് വന്നു. അത്യാവശ്യം നല്ല പൊക്കമുള്ള ഒരാളാണ്. വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ കൊറിയർ ഷിനിയുടെ കയ്യിൽ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധം പിടിക്കുകയാണ്. തുടർന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്ന ഷിനി പേനയില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്ന സമയത്താണ് ഇത്തരത്തിൽ വെടി ഉയർത്തത്. 3 തവണ വെടിവെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെടി തടവേ ഷിനിയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഷിനിയെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏത് ഡിവൈസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് തരം ഗണ്ണ് വെച്ചിട്ടാണ് ഇത്തരത്തിൽ വെടി ഉയർത്തത് എന്നൊരു കാര്യത്തിൽ നിലവിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വീട്ടുകാർ നൽകുന്ന പ്രാഥമിക മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഷിനി NHRM PRO ആയിട്ടാണ് ജോലി ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ജോലിക്ക് പോയില്ല, ഇന്ന് ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഷിനി വീട്ടിലുണ്ടായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മനഃപൂർവ്വം കരുതിക്കൂട്ടിക്കൊണ്ട് അപകടം ഉണ്ടാക്കാനായിട്ട് എത്തിയതായിട്ടാണ് പ്രാഥമിക ഘട്ടത്തിൽ ഇപ്പോൾ നിഗമനം വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവർ വന്ന കാറ് ഈ വീടിൻ്റെ, അതായത് ഇതൊരു റെസിഡൻഷ്യൽ കോളനിയാണ്. ഇതിൻ്റെ ഈ കാറ് ഈ പ്രദേശത്ത് പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ അക്രമി ഇങ്ങോട്ടേക്ക് വന്നത്. അതിനുശേഷം ബഹളമുണ്ടായപ്പോൾ ഇവർ ഇറങ്ങി ഓടുകയായിരുന്നു. ഈ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ് പറയുന്നത്, ഈ പ്രാഥമിക ദൃഷ്ടി അല്ലെങ്കിൽ കണ്ടപ്പോൾ തന്നെ ഇവർ സ്ത്രീയായിട്ട് തന്നെയാണ് ഇവർ ഉറപ്പിക്കുന്നത്. സ്ത്രീയാണ് ഇത്തരത്തിൽ അക്രമം കാട്ടിയതും തന്നെയാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ഈ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എയർഗണ്ണാണോ ഇത്തരത്തിൽ വെടിവെക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ അടുത്ത മണിക്കൂറിനുള്ളിൽ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ അന്വേഷണം കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറും നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഷിനിക്ക് അപകടം പറ്റി ആ സമയത്ത് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തുടർന്നാണ് വഞ്ചിയൂർ പോലീസ് ഈ സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയത്. ഈ അപകടം നടന്ന സ്ഥലം, അല്ലെങ്കിൽ ഈ അക്രമം നടന്ന സ്ഥലം പോലീസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഇനി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തണം. ഫിംഗർ പ്രിന്റിംഗ് പരിശോധനയൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് വെടി കയ്യിൽ കൊണ്ടു, ബാക്കി ഒരെണ്ണം മിസ്സായിട്ടുണ്ട് എന്നാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കൊറിയറുമായി വരുമ്പോൾ ഇത് അവർ ഓർഡർ ചെയ്ത കൊറിയർ തന്നെ ആയിരുന്നോ, അതോ ഈ വീട്ടിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമായി മാത്രം ഈ കുറ്റകൃത്യം നടത്തിയ ആൾ പ്രയോഗിച്ച ഒരു തന്ത്രമായിരുന്നോ? ഇത് അറിയാതെയാണോ അവർ പുറത്തേക്ക് വന്നത്? 2, ഇവർക്ക് മുൻപ് ആരോടെങ്കിലും വ്യക്തിവിരോധം തോന്നത്തക്ക രീതിയിലുള്ള പെരുമാറ്റമോ മറ്റോ ഉണ്ടായിരുന്നതായി പോലീസിനോട് ഇവർ മൊഴി നൽകിയിട്ടുമുണ്ടോ?
രോഹിണി അത്തരത്തിലുള്ള ഒരു മൊഴി നൽകിയിട്ടില്ല. ഈ എന്തെങ്കിലും സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ടോ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും ഇപ്പോൾ ലഭിക്കുന്നില്ല. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്നത് നേരത്തെ എന്തെങ്കിലും പാഴ്സൽ നൽകിയിട്ടുണ്ടോ എന്നൊരു കാര്യത്തിലാണ് ആദ്യം അന്വേഷണം നടക്കേണ്ടത്. അത്തരത്തിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു മൊഴി ലഭിക്കുകയാണെങ്കിൽ ആ പാഴ്സൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കും. നിലവിൽ ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ വീട്ടുകാരുടെ മാത്രം മൊഴിയെ ആശ്രയിച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഷിനിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്. രാവിലെ 8:30 കൂടിയാണ് ഇത്തരത്തിൽ വന്നത്, ഈ പാഴ്സൽ അല്ലെങ്കിൽ കൊറിയർ ഡെലിവറി ചെയ്യാൻ വന്നത്. ഈ മുഖംമൂടി ധരിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുഖം മാസ്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെ ചില സംശയമുണ്ടായിരുന്നു. പക്ഷേ അവർ നല്ല ആരോഗ്യവതിയാണ്, കാരണം നല്ല പൊക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പേന എടുക്കാനായിട്ട് വീട്ടിനകത്തേക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. പ്രതീക്ഷിക്കാതെ ഉണ്ടായ ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ 2 തവണ ഉതിർത്ത വെടിയും കയ്യിൽ കൊണ്ട് ഒരെണ്ണം തറയിലാണ്. ആ വെടികൊണ്ട സ്ഥലത്താണ്, ആ തറയിലേക്ക് വെടികൊണ്ട സ്ഥലമാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിലവിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണോ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് കാരണമെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വീട്ടുകാരുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. എന്തായാലും ഷിനിയെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രോഹിണി. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.